എന്താണ് അനുമോളെ നിവിനുമായിട്ടുള്ള പ്രശ്നം? ഫിനാലെ അടുക്കാറായി. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ശരിക്കുള്ള നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയില്ല ലാലേട്ടാ. എനിക്ക് നിവിനെ ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പെട്ടെന്ന് നിവിൻ്റെ സ്വഭാവമൊക്കെ മാറി വേറൊരാളെ പോലെ എനിക്ക് തോന്നി. ആദ്യമൊക്കെ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് നേരത്തെ എന്ത് കാണിച്ചാലും നമ്മളെല്ലാം അതൊക്കെ മറന്ന് കൂടെ നിൽക്കുന്ന ആയിരുന്നു നമ്മൾ, എന്ത് തെറ്റ് കണ്ടാലും. പക്ഷെ പുള്ളി പെട്ടെന്ന് പുറത്തുനിന്ന് കുറച്ച് പേര് വന്നപ്പോഴൊക്കെ നെവിന് ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നെവിനെ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പേടിയില്ലാതായി, പിന്നെ എന്ത് കാണിക്കാനുള്ള ഒരു ഇതായി. നെവിനറിയാം നെവിൻ ഇവിടുന്ന് പോയാലും നെവിനെ തിരിച്ചു കൊണ്ടുവരും. ആ ഒരു കോൺഫിഡൻസിലാണ് നെവിൻ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല ലാലേട്ടാ, എൻ്റെ പുറകെ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. എപ്പോഴും എൻ്റെ പുറകെ നടന്ന് എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കും. എൻ്റെ അടുത്ത് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. എന്താണ് നിവിൻ്റെ പ്രശ്നം? ആരാണ് പറഞ്ഞത് നിവിനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലെയർ എന്ന്? നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയെന്നൊക്കെ. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ചിന്തിക്കേ വേണ്ട. ഒരിക്കലും ഇല്ലടാ ലാലേട്ടാന്ന് നിവിൻ പറയുന്നത്. അത് അനുമോളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അനുമോൾ പറയുന്നത് അല്ല, നെവിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയല്ല ലാലേട്ടാ, ഇത് റീസൺ എന്താണെന്ന് വെച്ചാൽ അനുമോളെ മാത്രം ഞാൻ ട്രിഗർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ വാക്കുകൾ വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വാക്കുകളാണ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ്. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഒരു പുരുഷനാണോ, നീ ഒരു ആണാണോ? അപ്പോൾ ഞാൻ ചോദിച്ചു അനുമോളോട്, എന്താണ് നിങ്ങൾ വിചാരിക്കുന്ന പുരുഷൻ്റെ ഗുണങ്ങളെന്ന്. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പുരുഷനായിട്ടാണ്, അല്ലാതെ എനിക്ക് സ്ത്രീ ആയിട്ട് തോന്നിയിട്ടില്ല. ഇവിടുത്തെ ഫോമിൽ ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നതും പുരുഷനായിട്ടാണ്. ലാലേട്ടൻ ചോദിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷമാണോ അങ്ങനെ പറയുന്നത്? അപ്പോൾ അനുമോള് പറഞ്ഞു അതേ ലാലേട്ട, വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് പറയുന്നതെന്ന്. എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആണുങ്ങളുടെ പ്രവൃത്തിയല്ല ഇത്, ഒരാണുങ്ങളും ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല ലാലേട്ട, ഇതേ സെയിം സെൻറ്റൻസ് എനിക്കിതിന് മുമ്പും വന്നിട്ടുണ്ടെന്ന് നിവിൻ പറയുന്നു. അപ്പം ഞാൻ അനുമോളോട് പറഞ്ഞിട്ടുമുണ്ട്, മുടി വെട്ടി നടക്കുന്നതാണോ പുരുഷൻ്റെ ലക്ഷണങ്ങൾ? അത് പുരുഷനെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിയാമേ. അനുമോള് പറഞ്ഞു ഇല്ല, ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല ലാലേട്ട എന്ന് അനുമോള് പറയും. എനിക്ക് മനസ്സിലായത് ഇത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് ട്രിഗർ ചെയ്യാൻ പോയിട്ടില്ല ലാലേട്ട, ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അനുമോള് പറയുന്നത്. ഞാനിവിടെ ആരെടുത്തും അങ്ങോട്ട് പോകാറില്ല, ഞാൻ മാറി എവിടെയെങ്കിലും ഇരിക്കത്തേ ഉള്ളൂ. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെന്ന് അനുമോള് പറയുന്നത്. അനുമോൾ എപ്പോഴും നിവിനെ നോമിനേഷനിൽ പറയുന്നത് കൊണ്ടാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അനുമോള് പറയുന്നത് അതേ ലാലേട്ട, ആ ഒരു ദേഷ്യം നിവിന് എപ്പോഴും ഉണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, അതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ വരുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ പറയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നില്ല, അതിന് പ്രത്യേകം ദേഷ്യം വരേണ്ട കാര്യമുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാലേട്ട, അനുമോള് പറയും നീ കക്കാൻ പാടില്ല, അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ശരിയാണ്, ഞാൻ കട്ടെടുത്തിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ബിഗ് ബോസ് തരുന്ന പ്രോപ്പർട്ടി പാവ, ബോള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് പറഞ്ഞാൽ അനുമോൾ എടുത്തു വെച്ചിരിക്കും. ഇതൊക്കെ എന്നെ ഈ കുറ്റം പറയുന്ന ആൾ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അത് തെറ്റല്ലേ? അത് അനുമോൾ എന്തെടുത്താലും അത് എൻ്റെ കണ്ണിൽ തന്നെ പെടും. അപ്പം ഞാനും ബേസിക്കലി ട്രിഗർ ആവും. ഞാൻ ഒരിക്കലും അനുമോളെ പോലെ നന്മമരം പൂത്തൊലയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറല്ല. എന്നെ ഇങ്ങോട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ ട്രിഗർ ചെയ്യും. ബിക്കോസ് അനുമോൾ എന്നോട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ അതുപോലെ ആയിരിക്കത്തില്ല അങ്ങോട്ട് പ്രതികരിക്കുന്നത്. അനുമോൾ പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം അങ്ങോട്ട് ഹൃദയത്തിലേക്ക് എടുക്കാമെന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളെ നോമിനേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന്. സാബുമോനെ നിങ്ങളിങ്ങനെ നോമിനേഷൻ ചെയ്തപ്പോൾ നിങ്ങൾ സാബുമോനോട് ഇങ്ങനെ കാണിച്ചില്ലേ? ഞാൻ സാബുമോനോട് അങ്ങനെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അനുമോളുടെ അത്രയും ഒന്നും സാബുമോനോട് ഞാൻ കാണിച്ചില്ല. അനുമോളെ കാണിക്കുന്നത് ആ അർത്ഥത്തിലല്ല എന്ന്. നിവിൻ, നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾക്കാണ് ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധി ഉള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരാൾ നോമിനേഷൻ ചെയ്യുമ്പോൾ പേടിക്കേണ്ട കാര്യം എന്താണ് സാബുമോൻ? നിവിൻ നിങ്ങളെ ട്രിഗർ ചെയ്തോ? എന്നെ അങ്ങനെ ട്രിഗർ ചെയ്യാറുണ്ട്, പക്ഷേ ലാലേട്ട എന്നെ അവൻ ഗെയിമിലാണ് ട്രിഗർ ചെയ്യാറുള്ളത്, അല്ലാതെ പേഴ്സണലി എന്നെ അവനെ ട്രിഗർ ചെയ്യാറില്ല. അപ്പം എവിടെയെങ്കിലും പോയി സൈലൻ്റായിട്ട് ഇരിക്കുന്നത് കാണുമ്പോഴാണ് ഇവൻ എന്നെ ട്രിഗർ ചെയ്യുന്നത്. അത് എന്നെ പട്ടയെന്ന് വിളിക്കും, മരപ്പാവയെന്ന് വിളിക്കും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്കല്ലേന്ന് ലാലേട്ടൻ പറയുന്നു. ഒരാളുടെ പ്രോപ്പർട്ടി എടുക്കുക, ഒരാളുടെ പേഴ്സണൽ പേസിലോട്ട് പോയി വെള്ളം ഒഴിക്കുക, അതൊക്കെ തെറ്റായ ഒരു ഇതാണെന്ന് ലാലേട്ടൻ പറയുന്നു. അപ്പം നൂറ എന്തോ പറയാനായിട്ട് വന്നത്, നൂറ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അത് ലാലേട്ട ഇവള് പ്രോപ്പർട്ടി എടുത്തിട്ടാണ് അവന് ട്രിഗർ ആയെന്ന് പറയുന്നത്. അത് അങ്ങനൊന്നും അല്ല ആക്ച്വലി. നമുക്ക് ലക്ഷറി സാധനങ്ങൾ വരികയും ഫുഡ് ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഇവൻ എടുത്തിച്ച് കഴിക്കും. സ്വന്തം കാര്യം നോക്കും, മറ്റുള്ളവർ എടുത്തോ ഇല്ലയോ എന്ന് നോക്കത്തില്ല. അത് കഴിച്ചാലെന്ത്, മറ്റുള്ള ആൾക്കാർ നോക്കില്ല, ആരും ഒന്നും പറയത്തില്ല, ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഇതാണ് അവന്. ആ ഒരു ധൈര്യം അവനുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചെയ്യുന്നത് അങ്ങനെ ഒരു ധൈര്യം അയാൾക്കുണ്ടോ? ആ ഒരു ധൈര്യമാണ് അവന്. എല്ലാവരും പേടിച്ചിട്ടാണ്, ആരും ഒന്നും ചോദിക്കത്തില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് അങ്ങനെ ഒരു തരത്തിലുള്ള
പ്രതീക്ഷയും വേണ്ട നിവിൻ, ഒരു തരത്തിലുള്ള പ്രതീക്ഷയും വേണ്ട. അങ്ങനെയില്ല ലാലേട്ടാ, എനിക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ മാറിയിരുന്ന് കഴിക്കുന്നത്. അല്ലാതെ എനിക്ക് പേടിയില്ലാതൊന്നുമില്ല. എനിക്ക് എന്ത് സംഭവിക്കും ഈ ഷോയിലെന്ന് എനിക്കറിയാം. എനിക്ക് പേടിയുണ്ട്. എന്താണ് ഷാനവാസുമായിട്ടുള്ള പ്രശ്നമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.